ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? സന്തോഷമായിട്ടിരിക്കുകയാണോ? ഞാൻ സുഖമായിട്ടിരിക്കുന്നു, സന്തോഷമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വളരെയധികം സന്തോഷമുള്ളൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ് കേട്ടോ. ലേറ്റായി എങ്കിലും നിങ്ങളുടെ അടുത്തത് പറയാതിരിക്കാൻ എനിക്ക് പറ്റത്തില്ല. ഞങ്ങളിപ്പോൾ ഒരു പാർക്കിൽ വന്നതാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സന്തോഷ വർത്തമാനം, എൻ്റെ മോള് SSLC 10ാം ക്ലാസ്സിലായിരുന്നു, മോൻ +2-നുമായിരുന്നു. മോക്ക് ഫുൾ A+ കൂടി വിജയിച്ചു. മോൻ +2 പാസ്സായി. മോന് മാർക്ക് കുറവായിരുന്നു എങ്കിലും അവൻ +2 പാസ്സായി. വളരെ 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 വളരെയധികം സന്തോഷമുണ്ട്. എൻ്റെ അഭിമാന നിമിഷമായിരുന്നു കേട്ടോ ആ റിസൾട്ട്. കാരണം എൻ്റെ മോള് 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴായിരുന്നു ഞാൻ ഇങ്ങോട്ടേക്ക് ജോലിക്കായിട്ട് കയറി വന്നത്. 4ാം ക്ലാസ്സിൽ. അപ്പോൾ ഈ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം മുതൽ എൻ്റെ കുഞ്ഞിനൊന്നും പറഞ്ഞു കൊടുക്കാനോ ഹോംവർക്ക് ചെയ്യിപ്പിക്കാനോ അല്ലെങ്കിൽ അവളെ പഠിപ്പിക്കാനോ അവളുടെ സംശയങ്ങളൊന്നും മാറ്റി കൊടുക്കാനോ ആരുമില്ലായിരുന്നു. 4ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ എൻ്റെ കുഞ്ഞ് തനിയെ പഠിച്ചത്. മോനും അതുപോലെ തന്നെ. പിന്നെ ആൺകുട്ടികളല്ലേ, അവരൊക്കെ പിന്നെ പഠിത്തത്തിനകത്തോട്ട് വലിയ ഇൻട്രസ്റ്റ് ഇല്ലല്ലോ. പക്ഷേ അവൾക്ക് വലിയൊരു ആഗ്രഹമുണ്ട് കേട്ടോ. അവൾക്ക് ഏറ്റവും വലിയൊരു ആഗ്രഹമുണ്ട്. ആ ആഗ്രഹത്തിലോട്ടുള്ള ആദ്യത്തെ ഒരു ചുവടുവെപ്പായിട്ട് ഇതിനെ കാണുന്നുണ്ട്. പിന്നെ രണ്ടാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പക്ഷേ എങ്ങാനും എൻ്റെ കുഞ്ഞുങ്ങൾക്ക് മാർക്ക് കുറവോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിഷയത്തിന് പോവുകയോ വിഷയം കിട്ടാതെ എങ്ങാനും ഇരുന്നിരുന്നു എങ്കിൽ നാട്ടുകാർ പറഞ്ഞേനെ അമ്മച്ചി സമ്പാദിക്കാൻ പോയത് കൊണ്ടാണ് പിള്ളേർക്ക് അങ്ങനെ സംഭവിച്ചത് എന്ന്. സത്യം പറഞ്ഞാൽ നാട്ടുകാർ അങ്ങനെ പറയത്തുള്ളൂ. നമ്മളെ ജീവിതം, നമ്മളെ ജീവിക്കാൻ മുന്നോട്ടുള്ളൊരു യാത്ര, അല്ലെങ്കിൽ മക്കളെ നല്ല രീതിയിൽ പഠിപ്പിക്കണം, അല്ലെങ്കിൽ അവരൊരു വരുമാന മാർഗം എന്നുള്ളതൊന്നും നാട്ടുകാർ പറയത്തില്ല. സമ്പാദിക്കാൻ പോയി, പണം ഉണ്ടാക്കാൻ പോയി എന്നുള്ള ഒറ്റ വേടേ പറയത്തുള്ളൂ. ആ നാട്ടുകാരുടെ മുമ്പിൽ എൻ്റെ മക്കളുമാർ അവരെ മാത്രം അധ്വാനമാണ് അവരുടെ ആ വിജയത്തിന് പിന്നിൽ. എനിക്ക് സത്യം പറഞ്ഞാൽ എല്ലാ മാതാപിതാക്കളുടെയും അധ്വാനത്തിൻ്റെയും കഷ്ടപ്പാടിൻ്റെയും ഫലം, അധ്വാനിക്കുന്നതും കഷ്ടപ്പെടുന്നതും അവനവൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ടാണ്. ആ മക്കൾ നല്ല രീതിയിൽ പഠിച്ച് നല്ല മാർക്കൊക്കെ മേടിച്ച് കൊടുക്കുന്നത് തന്നെയാണ്, ഒരു സ്ഥാനത്ത് എത്തുന്നത് തന്നെയാണ് ഒരു ബേബി കേട്ടോ. മാർക്കൊക്കെ മേടിച്ച് നല്ല നിലയിൽ നല്ലൊരു സ്ഥാനത്ത് എത്തുന്നത് തന്നെയാണ് അവർ മാതാപിതാക്കൾക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയൊരു സമ്മാനം. എന്നെ സംബന്ധിച്ച് ഞാൻ എപ്പോഴും പറയും, എന്തൊരു കഷ്ടപ്പാട്, എന്തൊരു ദുഃഖം, എന്തൊരു വിഷമം എന്നൊക്കെ. പക്ഷേ ഇവർക്ക് ഇങ്ങനെ നല്ല മാർക്ക് കിട്ടിയപ്പോഴത്തേക്ക് എൻ്റെ കഷ്ടപ്പാടും വിഷമവും ദുഃഖവും ഒക്കെ അതിനകത്ത് മുങ്ങിപ്പോയി, ആ സന്തോഷത്തിൽ മുങ്ങിപ്പോയി. എനിക്ക് ഈ ഖത്തറിൽ വന്നിട്ട് എനിക്ക് ഈ കുടുംബമായിട്ടല്ലാതെ വേറെ ആരുമായിട്ടൊരു പരിചയം എനിക്കില്ലായിരുന്നു. പക്ഷേ എൻ്റെ ഈ സന്തോഷം പറയാനും കേൾക്കാനും എത്ര പേരാ ഇവിടെ ഉണ്ടായിരുന്നതെന്നറിയാമോ? അതായത് സാറിൻ്റെ ഫാമിലി, ഫ്രണ്ട്സ്, സാറിൻ്റെ മോളെ വീടിൽ സാറിൻ്റെ ബിസിനസ് ഓഫീസിലുള്ളവർ, കുറേ ഫ്രണ്ട്സ് എല്ലാവരും എന്നെ വിഷ് ചെയ്തു. മക്കളോട് Attention. Our washroom doesn't have any water. Please. Hi. Hello. Hi. ഓരോ കുഞ്ഞുങ്ങളെ, ഇവിടെ ഒരു പാർക്കാട്ടോ, വലിയൊരു പാർക്ക്. ഇഷ്ടംപോലെ നമുക്ക് നടക്കുകയും പോവുകയൊക്കെയും ചെയ്യാം. ഈ മോളെ കുഞ്ഞു വീടിൽ ഒന്നാമത് തലമുടിയിലും അല്ല കേട്ടോ. അടുത്തൊരാള്, ഞാൻ ഇവിടെ വന്നിട്ടപ്പോൾ കുറേ കുഞ്ഞുങ്ങൾ, 2-3 കുഞ്ഞുങ്ങളുണ്ട് കേട്ടോ. വേറെ എനിക്ക് നടന്ന ഫാമിലിപ്പെട്ട കുഞ്ഞുങ്ങളാ. ഇവിടെ വന്നിരുന്നപ്പോൾ എൻ്റെ കൂടെ ചുറ്റിപ്പറ്റി നിൽക്കുക. ഇവിടെ മോളുമായിട്ടിരുന്ന് കളിക്കുന്ന ഒരാള് കണ്ടേ. അങ്ങനെ കണ്ടോ. അപ്പൊ എനിക്ക് എൻ്റെ സന്തോഷം എന്ന് പറഞ്ഞാൽ, സത്യം പറഞ്ഞാൽ എൻ്റെ മക്കളുമാർ രണ്ടുപേരും എന്നോട് പറഞ്ഞെന്താണെന്ന് അറിയാമോ? അമ്മയുടെയും പപ്പയുടെയും അഭിമാനം ഞങ്ങൾ കാത്തേന്ന്. സത്യമാണ്. അഭിമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സന്തോഷം കൊണ്ട് പൊട്ടിക്കരയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായിരുന്നു കേട്ടോ. ശരിക്കും കരഞ്ഞ് സന്തോഷം കൊണ്ട് കഴിക്കാതിരിക്കാൻ പറ്റുക, സന്തോഷം കൊണ്ട് ഉറങ്ങാൻ പറ്റാതിരിക്കുക, അങ്ങനൊരവസ്ഥയിലായിരുന്നു ഞാൻ. നിങ്ങളുടെ എല്ലാവരും പ്രാർത്ഥന ഇനിയും വേണം. കാരണം നമ്മളെല്ലാവരും അന്യനാടുകളിലാണെങ്കിലും നാട്ടിലാണെങ്കിലും നമ്മൾ കഷ്ടപ്പെടുന്നത് നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ടാണ്. ആ മക്കൾമാർ നല്ലൊരു റിസൾട്ട് കിട്ടുമ്പോൾ തന്നെയാണ് നമ്മൾ കുറച്ചുകൂടെ ഒന്ന് ബ്രൈറ്റ് ആവും, നമ്മൾ കുറച്ചുകൂടെ ഒന്ന് തിളങ്ങുന്നത്, നമ്മൾ കുറച്ചുകൂടെ ഒന്ന് പറയാൻ വാക്കുകളില്ല കേട്ടോ. പറയുന്നതൊക്കെ ഇനി പൊട്ടത്തരമായിപ്പോവും.
അപ്പോൾ ഇത്രയും പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്. അവരൊക്കെ മുന്നിൽ അങ്ങ് മാറിയിരിക്കുന്നു, ഞാൻ ഇങ്ങോട്ടിഞ്ഞ് പോരുന്നു. ഈ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി മാത്രം. ഭയങ്കര ജലദോഷവും തുമ്മലും ശ്വാസം മുട്ടും പനിയും വിമിഷ്ടവും ഒക്കെയാണ്. എങ്കിലും ഈ ഒരു കാര്യം പറയാൻ താമസിച്ചു പോയെന്ന് എനിക്കറിയാം. എങ്കിലും എന്നെ കാത്തിരിക്കുന്നവരുടെ മുമ്പിലോട്ട് ഇതൊന്നും പറഞ്ഞില്ലെങ്കിൽ അതൊരു വിഷമമായിപ്പോൾ, നന്ദികേടായിപ്പോൾ. എനിക്കറിയാം ഞാനിപ്പോൾ അങ്ങനെ വീഡിയോ ഒന്നും ചെയ്യുന്നില്ല, വരുന്നില്ല എന്ന് എനിക്കറിയാം. എങ്കിലും എൻ്റെ സന്തോഷം നിങ്ങളുടെ സന്തോഷം നിങ്ങളെ അറിയിപ്പിക്കുക എന്നുള്ളത് എൻ്റെ ഏറ്റവും വലിയൊരു സന്തോഷം. എനിക്കറിയാം നിങ്ങൾ ഓരോരുത്തരും ഈ വീഡിയോ കാണുന്നവർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിക്കുന്നു, എൻ്റെ മോളെ വിഷ് ചെയ്യുന്നൊക്കെ എനിക്കറിയാം. വീഡിയോ കാണുന്നവർക്കെല്ലാം ഹായ് 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 കേട്ടോ.